സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അതിലോലമായ പ്രണയാർദ്രമായ തെളിമയോടെ നാഥൻ സംസാരിക്കുകയാണ്. ഏഷ്യ 40 ആരംഭം. ആശ്വസിപ്പിക്കുക, എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. സ്നാപകൻ വിളംബരം ചെയ്തതും അതുതന്നെയാണ്. യോഹന്നാൻ 1:25. സർവമാംസവും ദൈവത്തിൻ്റെ രക്ഷ കാണും. ജോയൽ പ്രവാചകൻ കണ്ടതുപോലെ ഇതാ എല്ലാത്തിനെയും ആഴ്ന്നു പുണരുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തന്നെയാണിത്. ജോയൽ 2:28. സമാശ്വാസത്തിൻ്റെ സുവിശേഷം. ആശ്വസിപ്പിക്കുക, എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുക, എൻ്റെ ജനം, അവരുടെ ദൈവം എന്നൊക്കെ ഇഴപിരിയാനാകാത്ത വിധം പാരസ്പര്യങ്ങൾ വിടരുന്നുണ്ട് ഇവിടെ. ദൈവത്തിൻ്റെ നെടുവീർപ്പിൻ്റെ മന്ത്രണമുണ്ട് ഈ സമാശ്വാസത്തിൻ്റെ ധ്വനിയിൽ. റോമർ 8:26 ചേർത്ത് വായിച്ചാൽ ഇത് പരിശുദ്ധാത്മാവിൻ്റെ നെടുവീർപ്പ് തന്നെയാണ്. നമ്മെ പുതുതായി വാർത്തെടുക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നെടുവീർപ്പ്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ ജീവിക്കണമെന്നോ അറിയാത്തപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ആയാസപ്പെട്ട് നെടുവീർപ്പിടുകയാണ്. വിജനപ്രദേശങ്ങളിലേക്ക് ഈ സുവിശേഷനാദം പകർന്നു കയറുന്നു. ശക്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും നാഗരികതകളുടെയും കേന്ദ്രഭാവങ്ങളില്ലാത്ത പുറംപോക്കുകളിലേക്ക്, ദി ഔട്ട്ലയേഴ്സ്. സുവിശേഷത്തിൻ്റെ സാർവത്രിക മാനം തന്നെയാണിത്. ദൈവമൊരുക്കുന്ന വീണ്ടെടുപ്പിൻ്റെ വഴിയുമാണിത്. പുറമേ ആയിപ്പോയ ആരും ഇനി അവശേഷിക്കുന്നില്ല. മനുഷ്യർ കേവലം മാംസവും തൃണവുമാകാം. അവൻ്റെ ആയുസ്സിനും ആയാസങ്ങൾക്കും ഒരു അറുതിയുണ്ട്, പരിമിതികളുമുണ്ട്. പക്ഷെ ദൈവം അതിൽ ചേർത്തണയ്ക്കുന്നൊരു സുന്ദര പരിണാമവുമുണ്ട്. ജീവിതാന്തരങ്ങളുടെയും ചലനങ്ങളുടെയും പരിണിതികളുടെയും ദിശാബോധമാണ് ഏഷ്യായുടെ ഗ്രന്ഥമെന്ന് പറയുന്നത് വെറുതെയല്ല. നശ്വരവും വിറയാർന്നതുമാണ് മനുഷ്യൻ്റെ ജീവിതമെങ്കിലും ദൈവത്തിൻ്റെ നിത്യവിശ്വസ്തത, അവിടുത്തെ കാരുണ്യം, ഖെസദ് ഒരിക്കലും അറ്റുപോകാതെ നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി ഇവിടെ ചേർത്ത് വായിക്കണം. ഇന്ന് സങ്കീർത്തനം ദൈവത്തിൻ്റെ ഈ വഴികൾ അക്ഷയമാണെന്ന് പഠിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമുക്കായി ഒരു വഴി തുറക്കുക എന്നത് ദൈവത്തിന് എത്രയോ നിസ്സാരമായൊരു കാര്യമാണ്. അവൻ തൻ്റെ പുത്രനെ തന്നെ നമുക്ക് വഴിയായി നൽകിയെന്ന് വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെയാണ് നാഥൻ ആ വഴി നടന്നു വരുന്നത് കാണുമ്പോൾ ഇന്ന് സങ്കീർത്തനം 96 ഒരു ആനന്ദഭേരിയോടെ അവിടുത്തെ സ്വീകരിക്കുന്നത്. നാം അവനെ ജീവിതം കൊണ്ട് ഒപ്പിയെടുക്കുകയാണ്. അവൻ തന്നെ നമ്മുടെ യഥാർത്ഥ ജീവിത നിയോഗവും പേർപ്പസ്, സമാധാനവും പീസ് അതിലേക്ക് നമ്മെ നയിക്കും. ഏഷ്യ 40 അതേ ചൂട് പറ്റി നിൽക്കുന്ന ഒരു സങ്കീർത്തനം തന്നെയാണിത്. ഇന്ന് മത്തായി 18:12 മുതൽ കാണാതെ പോയ ഒരാടിനെ തേടി പോകുന്നൊരിടയനുണ്ട്. ബാക്കി 99 ബാക്കി വെച്ചിട്ട്. ഇത് അവൻ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവനെ അതിന് സഹായിക്കുന്ന ഒരു കൂട്ടം ഇടയന്മാരും ഉണ്ടാകും. ആ കൂട്ടത്തെ കാക്കണം എന്നവർക്കും അറിയാം ഇവൻ ആ ഒറ്റപ്പെട്ട ആടിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ. അതിനാൽ ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടെടുപ്പുകൾ, റിക്ലമേഷൻസ് ഇത്രയധികം കൂട്ടായ്മയുടെ ആനന്ദമായി മാറുകയാണ്. സ്വർഗം പോലും തുള്ളിച്ചാടുന്ന പാപിയുടെ തിരിച്ചുവരവുകൾ. ഓരോ പിളർപ്പും ഓരോ അകൽച്ചയും ഓരോ മുറിവാണ് ദൈവദേഹത്തിൽ, സഭയിൽ. ലോക സമാധാന ദിനത്തിനൊരുക്കമായി പാപ്പ നൽകിയ സന്ദേശത്തിൽ ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ വ്യക്തിപരമായ പ്രവർത്തനങ്ങൾ മൂലം എല്ലാവരുടെയും പ്രവർത്തനങ്ങളിലേക്ക് അത് വഴിമാറി തിന്മയുടെ തന്നെ ഘടനകൾ രൂപപ്പെട്ടിരിക്കുന്നു. സ്ട്രക്ചേഴ്സ് ഓഫ് സിൻ. കൂട്ടുത്തരവാദിത്തങ്ങളുടെ ശൃംഖലയുമുണ്ട്. നെറ്റ്വർക്ക്സ് ഓഫ് കംപ്ലൈസിറ്റി. വേലിക്കെട്ടുകൾ കൊണ്ട് അതിര് തീർത്ത് പലരെയും പുറന്തള്ളിയിട്ടല്ല ദൈവഭവനം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. വേലിക്കെട്ടുകളെ തകർത്തുകൊണ്ട് ദൈവം എല്ലാവരെയും ചേർത്തണച്ച വഴിയിലാണ്. വിജനതകളിലും നമ്മെ തേടി വന്ന് നമ്മെ പുണരുന്ന ആ ദൈവചേർച്ചകൾ.